ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കൃഷ്ണാസ് ഫ്യൂഷൻ ആൻഡ് ഫീസ്റ്റ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ബ്ലോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള പേലിമാനിയുടെ ഗ്രാൻഡ് മദർ ഉണ്ടാക്കിയ ഒരു ഫിഷ് മോളിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഈ ബ്ലോഗിലുള്ളത് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, പിന്നെ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ മെഷർമെൻറ്റ്, അതിൻ്റെ പ്രിപ്പയർ ചെയ്യണ കുറച്ച് വിശേഷങ്ങളൊക്കെ കൂടിയതാണ് ബ്ലോഗ്. അപ്പോൾ നമുക്ക് വീഡിയോയിലൊക്കെ എടുക്കാം. അപ്പോൾ ഞാൻ ഇത് പ്രിപ്പയർ ചെയ്യാനായിട്ട് മീൻ മേടിക്കാൻ വേണ്ടി വരാപ്പുഴ മാർക്കറ്റിലാണ് പോയേക്കണത്. രാവിലെയാണ് പോയത്. ഞാൻ മോദ് വെച്ചിട്ടാണ് ഇത് പ്രിപ്പയർ ചെയ്യണത്. അപ്പോൾ ഞാൻ എടുത്തേക്കണതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/2 കിലോ ക്വാണ്ടിറ്റിയാണ് ഫിഷ് എടുത്തേക്കണത്. അതിനകത്തേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ്, 1 ടീസ്പൂണോളം ഉപ്പ്, കുറച്ച് കുരുമുളക്, ഒരു ഹാഫ് നാരങ്ങയുടെ നീര് സ്ക്യൂസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം. കൈ വെച്ചിട്ട് തന്നെയാണ് മിക്സ് ചെയ്യണത്, എന്നാലേ ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ മീനിൻ്റെ ഉള്ളിലേക്കൊക്കെ ഇത് നന്നായിട്ട് ഈ മസാലയൊക്കെ പിടിക്കുള്ളൂ. പിന്നെ ഭയങ്കര വലിയ പീസായിട്ട് കട്ട് ചെയ്യാതിരിക്കണായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നണം. അപ്പോൾ ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ച ശേഷം നമ്മളൊരു 30 മിനിറ്റ്സ് നന്നായിട്ട് വെയിറ്റ് ചെയ്യണം. ആ ഒരു ടൈമിൽ നമുക്ക് ഒരു തേങ്ങ എടുക്കാം. ഞാനൊരു വലിയ തേങ്ങയുടെ ഹാഫ് പോർഷൻ തേങ്ങ ചിരണ്ടിയിട്ടാണ് പാലെടുക്കുന്നത്. ആദ്യം ഒരു 3 ടീസ്പൂൺ വെള്ളം ഒഴിച്ച് പാല് അടിച്ച് എടുക്കുക. അപ്പോൾ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്. ഒരു 5 പീസ് ഗാർലിക്, ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു ക്യാപ്സിക്കം, 2 ടൊമാറ്റോ, 2 സവാള, 5 പച്ചമുളകാണ് ഞാൻ ഇതിനകത്ത് മെയിനായിട്ട് എരിവിന് വേണ്ടിയിട്ട് എടുത്തത്. പിന്നെ 2 പാല്, 1 കപ്പ് 2ാം പാല്, 1/2 കപ്പ് 1ാം പാല്, അങ്ങനെ എടുത്ത് മാറ്റി വയ്ക്കാം. പിന്നെ ഈ ഒരു സൈസിൽ വെളുത്തുള്ളി അരിഞ്ഞെടുക്കാം. നീളത്തിൽ കട്ടി കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞ് എടുക്കാം. അതുപോലെ തന്നെ ഇഞ്ചി അരിഞ്ഞ് മാറ്റി വെക്കാം. പിന്നെ തക്കാളിയുടെ പുറത്ത് സ്കിന്ന് മുറിച്ച് മാറ്റിയിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട്. അപ്പോൾ ഒരു പരന്ന പാത്രത്തിൽ വെച്ച് പ്രിപ്പയർ ചെയ്യാനായിരിക്കും നല്ലത്. കാരണം അപ്പോൾ ഫിഷ് ഫ്രൈ ചെയ്യാനായിട്ടും ഗ്രേവി ഉണ്ടാക്കാനും ഈ സെയിം പാത്രം തന്നെ എടുത്താൽ മതിയാവുമായിരിക്കും. അപ്പോൾ ഞാനിങ്ങനെ ഒരു പരന്ന നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാനിലേക്ക് 3 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തു. ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു. ശേഷം അതിനകത്തേക്ക് ഇതുപോലെ 2 വേപ്പിലയുടെ തണ്ട് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഫിഷ് നിരത്തി കൊടുത്തു.
അപ്പോൾ ഒരു 5 to 7 മിനിറ്റ്സ് കഴിയുമ്പോഴേക്കും ഇത് തിരിച്ചിട്ട് കൊടുക്കാം. അതിന് ശേഷം അപ്പുറത്തെ സൈഡും ഒരു 7 മിനിറ്റോളം ലോ ഫ്ലെയിമിലാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അതിനുശേഷം ഫിഷ് കോരി മാറ്റാം, പാനിൽ നിന്ന് കോരി മാറ്റാം. എന്നിട്ട് ഈ സെയിം പാനിലേക്ക് തന്നെ നമ്മൾ ഓയിൽ ഒഴിച്ച ശേഷം ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വഴറ്റിയെടുക്കേണ്ടത് ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഫിഷ് ഷാലോ ഫ്രൈ ആണ് ചെയ്യേണ്ടത്, ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. അതിനുശേഷം ആ ഓയിലിലേക്ക് കടുക് പൊട്ടിച്ചിടണം. അപ്പോൾ ഒരു ടീസ്പൂൺ കടുകാണ് ഞാൻ ഇതിനകത്തേക്ക് ഇട്ടിരിക്കുന്നത്. കടുക് പൊട്ടുന്നവരെ വെയിറ്റ് ചെയ്യണം. അതിന് ശേഷം കടുക് പൊട്ടി കഴിഞ്ഞ ശേഷം ഒരു പട്ട, 2 ഏലക്കായ, അത് അവിടെ അതിനകത്ത് ചേർത്തിട്ടില്ല, ഞാനത് എൻ്റെ ഇതിൽ ചേർത്തതാണ്. പക്ഷെ നന്നായിരുന്നു അത് ചേർത്തിട്ട്. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യണം. അതിന് ശേഷം സവാള കട്ട് ചെയ്തതും ക്യാപ്സിക്കം കട്ട് ചെയ്തതും കൂടി ഇടണം. ഓവറായിട്ട് കുക്കാവാതെ ഇരിക്കണം, ജസ്റ്റ് ഒന്ന് ഷാലോ സോട്ട് ചെയ്തെടുത്താൽ മതിയാവും. ശേഷം പൊടികൾ ചേർക്കാം. ഞാനിതിനകത്തേക്ക് ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 പിഞ്ച് മഞ്ഞൾപ്പൊടിയൊക്കെയാണ് ചേർത്തേക്കണത്. അതിനുശേഷം അതൊന്ന് സോട്ടായി കഴിയുമ്പോഴേക്കും അതിനകത്തേക്ക് കട്ട് ചെയ്ത് വെച്ചേക്കണം തക്കാളി ഇടാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മൂടി വെക്കണം. ഒരു 3 മിനിറ്റ്സ് ഒന്ന് മൂടി വയ്ക്കുക. ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് ഈ ഒരു പരുവാകുമ്പോഴേക്കും നമുക്ക് ഇനി ഇതിനകത്തേക്ക് പാലൊഴിച്ച് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത ശേഷം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത ശേഷം പാലൊഴിച്ച് കൊടുക്കാം. ഉപ്പും കൂടി ഇടാം കേട്ടോ, 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ട്. അതിനുശേഷം 2ാം പാല് 1 കപ്പ്, ഏകദേശം 250 ml രണ്ടാം പാല് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കണം. ശേഷം ഇതുപോലെ തള വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചേക്കണം മീനിൻ്റെ പീസസ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു ടൈമിലേക്ക് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ചെയ്താൽ മതിയാവും, അല്ലെങ്കിൽ അത് പെട്ടെന്ന് പറ്റിപ്പോവാനായിട്ട് ചാൻസ് ഉണ്ട്. തേങ്ങാപ്പാലൊക്കെ പറ്റി കുറുകും പെട്ടെന്ന്. ഇതൊന്ന് നന്നായിട്ട് തിളച്ച് ഈ ഒരു പരുവത്തിൽ വരുമ്പോഴേക്കും ഇതിനകത്തേക്ക് നമ്മളെടുത്തേക്കാണ് ഫസ്റ്റ് പാല്, നല്ല തിക്കായിട്ടുള്ള പാല് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇത് അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ലാസ്റ്റ് പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മീനൊക്കെ ഇങ്ങനെ കള്ളം ചുറ്റിച്ചെടുക്കുന്ന പോലെ ജസ്റ്റ് ഇളക്കാതെ ചുറ്റിച്ച് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു. ഇത് പ്രിപ്പയർ ആയി വന്ന ഈ ഒരു ടൈമിൽ നല്ല അടിപൊളി സ്മെല്ലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അടിപൊളിയായിരുന്നു. ഞങ്ങളെല്ലാവരും ടേസ്റ്റ് ചെയ്ത് വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞങ്ങളിത് കഴിച്ചത് അപ്പത്തിൻ്റെ ഒപ്പമാണ്, വെള്ളയപ്പത്തിൻ്റെ ഒപ്പമാണ് കഴിച്ചത്. അപ്പോൾ ഇത് മസ്റ്റ് ട്രൈ ആണ്. ഈ 2 കോമ്പിനേഷനും അടിപൊളിയായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ലാസ്റ്റ് നമുക്ക് ഡിന്നറിനൊക്കെ പ്രിപ്പയർ ചെയ്യാൻ പറ്റിയതാണ്.
അടിപൊളിയായിരുന്നു. അപ്പോൾ വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മീ.